ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കല്യാണം എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ ചിലർ വരും. ഞാൻ പറയുന്നത് ചേർക്കാൻ പാടില്ല, പക്ഷേ അവർ സമ്മതിക്കില്ല. അവർ സർക്കാർ ജോലിയാണ്, ഒരുപാട് പണം, ഇതുപോലെ ഒരു ബന്ധം അവക്കിനി വരില്ല, അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ചേർക്കണം. നമ്മളിത് ചേർന്നാൽ 100% അഗ്നിയെ സൂചിപ്പിക്കുന്ന തീയെയാണ് കാണുന്നത്. പ്രശ്നം വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല. പക്ഷെ അവർക്കിത് ചേർത്തേ പറ്റുള്ളൂ. കാര്യം സംബന്ധിച്ചുള്ള പയ്യന് നല്ല ജോലിയാണ്, ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ട്. പക്ഷേ ഈ നമുക്ക് ഊർജ്ജങ്ങൾ നോക്കണ്ടേ? ഊർജ്ജങ്ങൾ രണ്ടും റിപ്പലായിട്ടാണ് നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തകർച്ച ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പം ഞാൻ പറയും ഇത് ചേരാൻ പാടില്ല. പക്ഷെ അവർ ചേർക്കാറുണ്ട്. ഇതുപോലത്തെ ഒരു ബന്ധം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഒരു വർഷം തികച്ച് കഴിയത്തില്ലല്ലോ. ഊർജ്ജങ്ങൾ ബന്ധിച്ച് കിടക്കുന്നവർ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവരെ പൂർവ്വജന്മം നോക്കുമ്പോൾ ഒരു ശത്രുഭാവത്തിലും കൂടെയാണ്. 10 പൊരുത്തത്തിലൊന്നും കാര്യമില്ല. 10-ൽ 8 പൊരുത്തമുള്ളവർ ഇപ്പോഴും കോടതി കയറി നടക്കുക ഡിവോഴ്സിന് വേണ്ടി എന്ന് പറഞ്ഞു. നല്ലതല്ലാതെ ചില ഊർജ്ജങ്ങൾ എടുത്തു വയ്ക്കും. കാണുമ്പോൾ ബാഹ്യമായ സൗന്ദര്യം കൊണ്ട് ചിലവർ വീടുന്നതുണ്ട്. പക്ഷെ ജീവിതം തുടങ്ങുമ്പോൾ അറിയാം. ഒരു വർഷം പോലും നമ്മളെ നോക്കുമ്പോൾ അറിയാമല്ലോ. എല്ലാ പ്രണയബന്ധവും മോശമെന്ന് പറഞ്ഞില്ല. ചില പ്രണയബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത് അവരുടെ ഊർജ്ജങ്ങൾ വ്യതിയാനങ്ങൾ കൊണ്ടാണ്. ചില ഊർജ്ജങ്ങൾ റിപ്പലായിട്ട് നിൽക്കും. അവർ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം ചിലവർ പറയാറുണ്ട്, കല്യാണത്തിന് മുന്നേ ഒരുപാട് നല്ലവനായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് കല്യാണത്തിന് ശേഷം ഒരുപാട് ദുരിതങ്ങളാണ്. 2 ഊർജ്ജങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്